നമസ്കാരം. വാർത്താ സമ്മേളനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡോക്ടർ വന്ദന കൊല അന്വേഷണമില്ല. വന്ദനയുടെ അച്ഛൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്താനായില്ല. പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നടത്തുന്നത് കച്ചവട ബജറ്റ് എന്ന് UDF. ബജറ്റ് കോപ്പി കീറിയെറിഞ്ഞു. ഡെപ്യൂട്ടി മേയറെ UDF കയ്യേറ്റം ചെയ്തെന്ന് കൊച്ചി മേയർ. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണമെന്നും M. അനിൽകുമാർ. മുഹമ്മദ് റിയാസ് കടകംപള്ളി തർക്കത്തിൽ ഇടപെട്ട CPIM. റോഡ് പണിയെക്കുറിച്ചുള്ള റിയാസിന്റെ പരാമർശം അപക്വം. ജാഗ്രത പുലർത്തിയില്ലെന്നും CPIM സെക്രട്ടേറിയറ്റിൽ വിമർശനം. വിമർശന വാർത്ത തള്ളി മുഹമ്മദ് റിയാസ്. മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് ക്ലീൻ ചിറ്റ്. വിജിലൻസ് റിപ്പോർട്ട് VS അച്യുതാനന്ദൻ നൽകിയ കേസിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ VSന് നോട്ടീസ് അയച്ച് വിജിലൻസ് കോടതി. വ്യാജരേഖ ഹാജരാക്കി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനെതിരെ നടപടിക്ക് ബാർ കൗൺസിൽ. എൻറോൾ പിൻവലിക്കാനും നിയമ നടപടിക്കും സാധ്യത. ആരോപണം തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി മനു G. രാജനെതിരെ. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. ദക്ഷിണ കൊറിയ ജോർദാനെ നേരിടും. മത്സരം രാത്രി 8:30 അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ.